പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അറിവ് നേടുന്നതിനും വിജ്ഞാനം സമ്പാദിക്കുന്നതിനും ഇസ്ലാം വളരെ വലിയ പ്രോത്സാഹനം നൽകുന്നു. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആവശ്യപ്പെടുന്ന ഒരു കാര്യം, വഖുൽ റബ്ബി സിദ്നി ഇൽമ, അല്ലാഹുവേ എനിക്ക് നീ ഇൽമ് വർദ്ധിപ്പിച്ചു തരണേ എന്ന് പറയാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ്. യഥാർത്ഥത്തിൽ ഇത് നമുക്ക് കൂടെ ഉള്ള ഒരു ഉപദേശം കൂടിയാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബഹുമാനപ്പെട്ട അബൂദർ റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നതായി കാണാം, അബൂദർ തങ്ങളെ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ നിന്ന് ഒരായത്ത് പഠിക്കാൻ വേണ്ടി രാവിലെ സമയത്ത് ഇറങ്ങുക എന്നത് ഖൈറുൽ ലക മിൻ അൻ തുസല്ലിയ മിഅത റക്അ, 100 റക്അത്ത് നിസ്കരിക്കുന്നതിനേക്കാളും വലിയ ഖൈറാണ് നിനക്കുള്ളത് എന്ന് ഹബീബായ തങ്ങൾ പറയാൻ. അതുപോലെ തന്നെ പ്രഭാത സമയത്ത്, രാവിലെ സമയത്ത് അറിവിന്റെ ഒരു അധ്യായം പഠിക്കാൻ വേണ്ടി നീ ഇറങ്ങുക എന്നത് ഖൈറും മിൻ അൻ തുസല്ലിയ അൽഫ റക്അ, 1000 റക്അത്ത് നീ സുന്നത്ത് നിസ്കരിക്കുന്നതിനേക്കാളും വലിയ ഖൈറാണ് നിനക്ക് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. മറ്റൊരു ഹദീസിൽ കാണാം, വഇയാദത്തി അൽഫി മരീലിൻ, 1000 രോഗികളെ സന്ദർശിക്കുന്നതിനേക്കാളും വഹുദൂരി അൽഫി ജനാസത്തിൻ, 1000 ജനാസകളിൽ സംഗമിക്കുന്നതിനേക്കാളും വലിയ ശ്രേഷ്ഠതയാണ് നിനക്കുള്ളത്. മറ്റൊരു ഹദീസിൽ കാണാം, അറേബ്യയിലെ അബൂ ഖുബൈസ് പർവ്വതത്തോളം സ്വർണം അള്ളാഹുവിന്റെ മാർഗത്തിൽ ധർമ്മം ചെയ്യുന്നതിനേക്കാളും വലിയ ഉത്തമം ഒരധ്യായം ഇൽമു പഠിക്കുക എന്നുള്ളതാണ് ഹബീബായ റസൂലുള്ളാഹി പഠിപ്പിച്ചു. അതുകൊണ്ട് തന്നെ ഇൽമു പഠിക്കുന്നതും പഠിക്കുന്ന കാലവും വളരെ പവിത്രമാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ, മൻ അഹബ്ബ അൻ യൻദുറ ഇലാ ഉതഖാഇല്ലാഹി മിനൻ നാരി ഫൽയൻദുർ ഇലൽ മുതഅല്ലിമീൻ, ആരെങ്കിലും അള്ളാഹുവിന്റെ നരകമോചനം ലഭിച്ച പ്രത്യേകമായ വിഭാഗത്തെ കാണാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവർ മുതഅല്ലിമീങ്ങളെ നോക്കട്ടെ എന്നല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത്. മുതഅല്ലിമായി നിലകൊള്ളുക എന്നത് വലിയ മഹത്വമുള്ളതായി മഹാന്മാരൊക്കെ മനസ്സിലാക്കുകയും അതിനു വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തവരാണ്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, അന അത്ലുബുൽ ഇൽമ ഇലാ അൻ അദ്ഖുൽ ഖബർ, ഞാൻ ഖബറിലെത്തുന്നത് വരെ ഒരു മുതഅല്ലിമായി ജീവിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇൽമിന്റെ പാത എന്ന് പറയുന്നത് അത് സ്വർഗ്ഗത്തിലേക്കുള്ള പാതയാണ്. ഹബീബായ തങ്ങൾ പഠിപ്പിച്ചില്ലേ, മൻ സലക ത്വരീഖൻ യൽതമിസു ബിഹി ഇൽമൻ സഹലല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന, ആരെങ്കിലും ഇൽമിന്റെ വഴിയിൽ പ്രവേശിച്ചാൽ അവന് സ്വർഗത്തിലേക്കുള്ള വഴി അല്ലാഹു തആല എളുപ്പമാക്കി കൊടുത്തിരിക്കുന്നു എന്നല്ലേ തങ്ങൾ പഠിപ്പിച്ചത്. പക്ഷേ ഇൽമ പഠിക്കുന്ന സമയത്ത് യഥാർത്ഥ പണ്ഡിതന്മാരിൽ നിന്ന് പഠിക്കണം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് കാണാം, 5 കാര്യങ്ങളിൽ നിന്ന് 5 കാര്യങ്ങളിലേക്ക് നിങ്ങൾ ക്ഷണിക്കുന്ന പണ്ഡിതന്മാരോടും കൂടെ മാത്രമേ നിങ്ങൾ ഇരിക്കാവൂ, അല്ലാതെ ഏതെങ്കിലും പണ്ഡിതന്മാരുടെ പിന്നാലെ പോവാൻ പാടില്ല. ഏതാണ് 5 കാര്യങ്ങൾ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അതാ മിനശ്ശക്കി ഇലൽ യഖീൻ, സംശയ നിവാരണം നടത്തി യഥാർത്ഥ ഉറപ്പുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചു തരുന്ന പണ്ഡിതന്മാരുടെ അടുത്ത് നിന്ന് പഠിക്കണം. അതുപോലെ വമിന തകബ്ബുരി ഇല തവാദുഇ, അഹങ്കാരം മാറ്റി വിനയം നൽകുന്ന പണ്ഡിതന്മാരിൽ നിന്ന് പഠിക്കണം. വമിനൽ അദാവതി ഇല നസീഹ, ശത്രുത മാറ്റി ഉപദേശം നൽകുന്ന പണ്ഡിതന്മാരിൽ നിന്ന് പഠിക്കണം. വമിനൽ റിയാഇ ഇലൽ ഇഖ്ലാസ്, ലോകമാന്യത മാറ്റി ഇഖ്ലാസിലേക്ക് ക്ഷണിക്കുന്ന പണ്ഡിതന്മാരിൽ നിന്ന് പഠിക്കണം. വമിനർ റഗ്ബതി ഇല സുഹ്ദി, ആഗ്രഹങ്ങളെയും മോഹങ്ങളെയും ഇല്ലായ്മ ചെയ്ത് ഐഹിക പരിത്യാഗം പഠിപ്പിക്കുന്ന യഥാർത്ഥ പണ്ഡിതന്മാരിൽ നിന്നാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചതാണ്. ഒരു മുതഅല്ലിമിന് ഒന്നും പഠിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ഒരു പണ്ഡിതന്റെ മുഖത്ത് നോക്കിയിരിക്കുക എന്നുള്ളത് തന്നെ വലിയ ഇബാദത്താണ്. അന്നദുറു ഫീ വജ്ഹിൽ ആലിമി ഇബാദ, അന്നദുറു ഫിൽ കഅബത്തി ഇബാദ, അന്നദുറു ഫിൽ മുസ്അഫി ഇബാദ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, പണ്ഡിതന്റെ മുഖത്ത് നോക്കുക അത് ഇബാദത്താണ്. കഅബയിലേക്ക് നോക്കുന്നത് പുണ്യമുള്ളതാണ്. അതുപോലെ മുസ്അഫിലേക്ക് നോക്കുന്നത് അള്ളാഹുവിനുള്ള ഇബാദത്താണ്. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു. എന്നാൽ ഒരാളെ സംബന്ധിച്ചിടത്തോളം കൂടുതലൊന്നും പഠിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ തന്നെ അവന് ലഭിക്കുന്ന 7 മഹത്വങ്ങൾ മഹാന്മാരായ മഹത്തുക്കൾ പഠിപ്പിക്കുന്നത് കാണാം.
ബഹുമാനപ്പെട്ട അബുല്ലൈസ് സമർഖന്ദി റളിയല്ലാഹു അൻഹു തൻബീഹുൽ ഗാഫിലിൻ രേഖപ്പെടുത്തുന്നത് കാണാം. ഒരാൾക്കൊന്നും പഠിക്കാൻ കഴിഞ്ഞില്ല, എന്നാൽ പോലും അയാൾക്ക് 7 പവർ ലഭിക്കുകയാണ്. യനാലു ഫളുൽ മുതഅല്ലിമീൻ, മുതഅല്ലിമീങ്ങളുടെ ശ്രേഷ്ഠത ലഭിക്കുകയാണ്. അതുപോലെ തന്നെ മാദാമ ജാലിസൻ ഇൻദഹു കാന മഹ്ബൂസൻ അനി ദുനൂബി വൽ ഖതായ, ആ മജ്ലിസിൽ ഇരിക്കുന്ന കാലത്തോളം അവൻ തെറ്റുകുറ്റങ്ങളിൽ നിന്ന് തടയപ്പെടുകയാണ്. അതുപോലെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് അതുമുതൽ അവന് റഹ്മത്ത് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ മജ്ലിസിലിരിക്കുന്ന സമയത്ത്, ഇൽമിന്റെ മജ്ലിസിലിരിക്കുമ്പോൾ അവന് ആ മജ്ലിസിലേക്ക് ഇറങ്ങുന്ന ബറക്കത്ത് അവന് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ മാദാമ മുസ്തമി അൻ തുക്തബു ലഹുൽ ഹസന, അവൻ ഇൽമ് ശ്രദ്ധിച്ച് കേൾക്കുന്ന കാലത്തോളം അല്ലാഹു തആല അവന് പ്രതിഫലം രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ മലായികത്തുൽ കിറാം ഈ ഇൽമ പഠിക്കുന്ന ആളുകൾക്ക് തൃപ്തിപൂർവ്വം ചിറക് വിരിക്കുമ്പോൾ അതിന്റെ പ്രതിഫലം ഗുണം ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ കുല്ലു ഖദമിൻ യർഫഉഹു വയളഉഹു യകൂനു കഫാറത്തൻ ലിദുനൂബി വറഫഅൻ ലിദറജാതി വസിയാദതൻ ഫിൽ ഹസനാത്ത്. ഒരു പഠിതാവ് അവന്റെ ഓരോ ചെരിപ്പടിയും അല്ലെങ്കിൽ അവന്റെ ഓരോ കാൽപാദവും ഭൂമിയിൽ വെക്കുന്നതും എടുക്കുന്നതും എല്ലാം അവനുള്ള പാപമോചനമായും, അതുപോലെ റഫ്അൻ ലിദറജാതി സ്ഥാനങ്ങൾ ഉയരാനും, അതുപോലെ വസിയാദത്തുൻ ഫിൽ ഹസനാത്തി നന്മകൾ വർദ്ധിക്കാനും കാരണമാകുന്നു. ഈ വലിയ 7 പവറുകൾ അവന് ലഭിക്കുന്നു എന്ന് മഹാന്മാരായ മഹത്തുക്കൾ രേഖപ്പെടുത്തുകയാണ്. ഇൽമ പഠിക്കാനും ഇൽമ പഠിച്ചു വളരുമ്പോഴും ത്യാഗസന്നദ്ധത അത്യാവശ്യമാണ്. നിർബന്ധമായും ക്ഷമ പാലിക്കണം. ബഹുമാനപ്പെട്ട അബുൽ ഹസൻ ഷാദിലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറയുന്നത് കാണാം, 4 കാര്യങ്ങളില്ലാതെ ഒരാൾ പരിപൂർണമായ പണ്ഡിതനാവുകയില്ല. 4 കാര്യങ്ങൾ ഏതാണ്? 1 ശമാഅത്തുൽ അഅദാ, ശത്രുക്കളുടെ ചീത്തവിളിയും അതുപോലെ ആട്ടും തുപ്പും ഏൽക്കേണ്ടി വരും, അത് ക്ഷമിച്ചേ പറ്റൂ. 2 മലാമത്തുൽ അസ്ദിഖാ, കൂട്ടുകാരുടെ ആക്ഷേപവും നിരുത്സാഹപ്പെടുത്തലും ഉണ്ടാവാം. 3 തുഅനുൽ ജുഹാൽ, വിവരദോഷികളായ വിഡ്ഢികളുടെ കുത്തുവാക്കുകൾ ഏൽക്കേണ്ടി വരും. 4 ഹസദുൽ ഉലമാ, സമകാലികരായ പണ്ഡിതന്മാർ, ആ പണ്ഡിതന്മാരുടെ അസൂയയും പകയും അതും ചിലപ്പോൾ സ്വീകരിക്കേണ്ടി വരും. ഇതെല്ലാം ഫഇൻ സബറ അലാ ദാലിക, ഇപ്പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും ക്ഷമിച്ചു മുന്നേറിക്കഴിഞ്ഞാൽ ജഅലഹുല്ലാഹു ഇമാമൻ യുഖ്തദാ ബിഹി, അവനെ തുടരപ്പെടാൻ പറ്റുന്ന ഒരു ഇമാമാക്കി അല്ലാഹു തആല സ്വീകരിക്കുന്നതാണ് എന്ന് ബഹുമാനപ്പെട്ട ഇമാം ഷാദിലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറയുന്നത് കാണാം. ക്ഷമിച്ച് അധ്വാനിച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ഇൽമിനെ വിലയുണ്ടാവുകയുള്ളൂ. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. www.hubburrasool.net